അമ്പൂരിയിലെ വനവാസ മേഖലയിൽ ഇത്തരമൊരു പുലി ആദ്യമായാണ് കെണിയിൽപ്പെടുന്നത്. കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട പുലിയെ മയക്കുവെടിവെച്ച് വീണ്ടും പിടികൂടി. പന്നിക്കിണിയിലകപ്പെട്ട പുലി മയക്കുവെടി വയ്ക്കുന്നതിനിടയിൽ രക്ഷപ്പെടുകയായിരുന്നു. ഒടുവിൽ വനം വകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ പുലിയെ കണ്ടെത്തി വീണ്ടും മയക്കുവെടി വയ്ക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് പുലി കെണിയിൽ കുടുങ്ങിയത്. കാരിക്കുഴി സെറ്റിൽമെന്റിൽ പന്നിയെ പിടിക്കുന്നതിനായി ഇട്ടിരുന്ന വലയിലാണ് പുലി കുടുങ്ങിയത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മയക്കുവെടി വയ്ക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായപ്പോൾ തന്നെ പുലി രക്ഷപ്പെട്ടു. ആദ്യ റൗണ്ട് മയക്കുവെടി വച്ചതിന് പിന്നാലെ പുലി വസ്തു ഉടമയായ സുരേഷിനെ ആക്രമിച്ചു. തുടർന്ന് രണ്ടാമത്തെ മയക്കുവെടി വെച്ചപ്പോൾ പുലി വല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. പരിക്കേറ്റ സുരേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷപ്പെട്ട പുലി ജനവാസ മേഖലയിലേക്ക് നീങ്ങിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലായി. അഗസ്ത്യാർകൂടം താഴ്വരയായ ഈ പ്രദേശത്ത് നിരവധി വിനോദസഞ്ചാരികളും എത്താറുണ്ട്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പുലിയെ കണ്ടെത്തി വീണ്ടും മയക്കുവെടി വെച്ച് പിടികൂടുകയായിരുന്നു. പിടികൂടിയ പുലിയെ നെയ്യാർ ഡാമിലേക്ക് മാറ്റുകയും ചെയ്തു. അതായത് അവർ അനിമല് എന്താ പറയുക, ഈ നിൽക്കുന്ന ആൾക്കാരുടെ നേരത്തെ തിരിയാതിരിക്കാനായിട്ട് നമ്മൾ ഈ ആകാശത്തേക്ക് നമ്മൾ വെടിവെക്കുന്ന പോലെ ശബ്ദം ഉണ്ടാക്കുക. അത് ഇതല്ല, മയക്ക് വെടിക്കുന്നതിന് ശബ്ദമൊന്നും ഉണ്ടാക്കുക. മയക്ക് വെടി ജസ്റ്റ് എന്താ പറയുക ഡാർട്ട് ചെയ്യുക മാത്രം. പക്ഷേ അനിമൽ പ്രൊവോക്ക് ആകുമ്പോൾ ഈ ചുറ്റും നിൽക്കുന്ന സ്റ്റാഫിന്റെ സുരക്ഷയ്ക്ക് അവർ നമ്മുടെ കയ്യിലുള്ള ഈ ശബ്ദം മാത്രം വരുന്ന ഗണ്ണ്, നമ്മൾ ആനയെ ഓടിക്കാൻ ഉപയോഗിക്കുന്നത് അത്തരം ഗണ്ണ് ഉപയോഗിച്ച് ഫയർ ചെയ്യുന്നത്. അതിൽ അത് പുലിയ വെടിവെച്ചല്ല. ഈ 2 തവണ ഡോസ് ചെയ്തു എന്ന് ഡോക്ടർ പറഞ്ഞു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഞാനത് ഡോക്ടറോട് ചോദിക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ എന്താ പറയുക, അത് അത്രയും അടുത്തേക്ക് ഞാൻ പോയിരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മളിപ്പോൾ ആദ്യം കൊടുക്കുന്നത്, ഇപ്പോൾ നമ്മൾ മയക്ക് വെടി വയ്ക്കുമ്പോൾ അത് 100% ആനിമലിൽ എന്താ പറയുക അതിൽ പ്രവർത്തനം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കാരണം അത് കൃത്യമായ സ്ഥലത്ത് കൊള്ളണം, അത് എന്താ പറയുക മരുന്ന് പ്രവർത്തിക്കണം. അത് അല്ലാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ചെയ്യേണ്ട അവസരം. ഇനി എവിടേക്കാണ് ഇതിനെ മാറ്റിയത്? എങ്ങനെയാണ്? നെയ്യാറിലോട്ടാണ് മാറ്റിയത്. ഇനി അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും? അവിടെ പോയിട്ട് അനിമലിനെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ടാണ്, മൊത്തത്തിലൊന്ന് ഒബ്സർവ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എങ്ങനെയുണ്ട്? മയക്കുമരുന്ന് വെടി വെട്ടിയതിന് ശേഷം സെഡേറ്റീവ് സ്റ്റേജിലാണ്. അനിമലിനെ മൊത്തത്തിൽ ഒബ്സർവ് ചെയ്യേണ്ടി വരും പോയിട്ട്. എന്താ 2 തവണ നമ്മൾ സെഡേഷൻ കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം? അനിമൽ നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് അനിമൽ കുറച്ച് ഇതിലായിരുന്നു, സ്ട്രെസ്ഡ് മോഡായിരുന്നു. അപ്പോൾ സ്ട്രെസ്ഡ് മോഡ് നമുക്ക് ഒറ്റ സമയത്ത് നമുക്ക് ഡോസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പതുക്കെയായിട്ട് ചെയ്തത്, ഗ്രാജുവലായിട്ട് ചെയ്തത്. ഈ സഡേഷനിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം? അനിമൽ ഓൾറെഡി സ്ട്രെസ്ഡ് ആയതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസേ ഉള്ളൂ. ഈ വൈൽഡ് അനിമൽസ് നമ്മളിങ്ങനെ ഒരു ഹ്യൂമൻ സെറ്റിൽമെന്റിൻ്റെ അടുത്ത് വരുന്നിടത്ത് നമ്മൾ മറ്റാൾക്കാർ വന്ന് സ്ട്രെസ് വരുന്ന സമയത്ത് അനിമൽസിൽ പെട്ടെന്ന് അനിമൽസിൻ്റെ അകത്ത് കാറ്റക്കോളമിൻസ് ഒക്കെ വന്ന് റിലീസ് ചെയ്തിട്ട് അനിമൽസിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് നോർമലായിട്ടുള്ളതാണ്. ഇതെങ്ങനെ കുടുങ്ങിയതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു? നമുക്കിനി കൂടുതലൊന്ന് പരിശോധിക്കേണ്ടി വരും. അതെങ്കിലും വേറെ എന്തെങ്കിലും ദേഹത്ത് മുറിവ് അങ്ങനെ ഏതെങ്കിലും പരിശോധിച്ച് മറ്റ് പരിശോധനകൾ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. GTV ന്യൂസ്, കാട്ടാക്കട.